ഓക്കെ. അപ്പം നമ്മൾ ഒരു കാര്യം, അതായത് നമ്മളുടെ ഫ്രെയിം വീഡിയോ ഉപയോഗിക്കേണ്ട മറ്റൊരു സാഹചര്യം, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാനും കൂടിയും വേണ്ടിയിട്ടാണ് എന്തിനാണ് ഫ്രെയിം വീഡിയോയുടെ യൂസേജ് എന്നുള്ളത് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്തു നോക്കാം. അതായത് നമുക്കറിയാം നമുക്ക് എന്തിനാണ് ഫ്രെയിംസ് എന്നുള്ളത് നമ്മൾക്കറിയാം. ആസ് എ ഡിസൈനർ അല്ലെങ്കിൽ AI പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഐഡിയ വേണം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ സ്ഥാപനം കോംപക്സ് എഡ്യൂക്കേഷൻ ആണ്. അപ്പം കോംപക്സ് എഡ്യൂക്കേഷന്റെ ലോഗോ എങ്ങനെ റിവീൽ ചെയ്യാം, അതിനെ കുറിച്ചിട്ട് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതിലിപ്പം നമ്മൾ നേരെ വന്നു. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ അടിമാലിയിൽ റിലയൻസ് സൈബർ കോളേജിൽ ഇപ്പം അടുത്ത ദിവസം ലോഗോ റിവീലിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഇപ്പൊ അടുത്ത ദിവസം ഇപ്പൊ നമ്മളൊക്കെ എഐയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ എഐയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പഴയ ലോഗോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മൾ കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു 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 അപ്ഡേഷൻ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരണം. അപ്പൊ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന പഴയ ലോഗോ, അപ്പൊ നമ്മുടെ കോഴ്സുകളെല്ലാം AI പവേർഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു, എന്റെ സ്ഥാപനത്തിന്റെ ഒരു ലോഗോ ഞാൻ ഇവിടെ അതായത് പഴയ ലോഗോ, മുന്നേ ഉണ്ടായിരുന്ന ലോഗോ ഞാൻ ഫ്രെയിം വീഡിയോയിലേക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ. ഈ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിന് മുന്നേ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ പ്രോംപ്റ്റ് എടുത്തു. പ്രോംപ്റ്റ് എവിടെ നിന്നാണ് എടുക്കുന്നത്? ദാ ഇവിടെ ഞാൻ ചോദിച്ചത് എന്താണ്? ഐ നീഡ് എ ലോഗോ റിവീലിംഗ് ഫ്ലോ വീഡിയോ പ്രോംപ്റ്റ് ഫോർ മൈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഫ്രെയിം ഷുഡ് ബി my old logo and the second frame is our new AI integrated courses logo. Need a powerful and futuristic വീഡിയോ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രോംപ്റ്റ് ചോദിച്ചു. അപ്പൊ എനിക്ക് ആര് പ്രോംപ്റ്റ് തന്നു? നമ്മളുടെ ഈ AI പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ChatGPT എനിക്ക് ഒരു ഡീറ്റെയിൽഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് എനിക്ക് എന്ത് ചെയ്തു, തന്നു. അപ്പം അതിനെ എനിക്ക് അപ്പൊ ഞാനിവിടെ ചോദിച്ചത് എന്താണ്? ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ ഷുഡ് ബി മൈ ഓൾഡ് ലോഗോ, എന്റെ ഓൾഡ് ലോഗോ ഫസ്റ്റ് ഫ്രെയിമിൽ അപ്ലോഡ് ചെയ്ത് സെക്കൻഡ് ഫ്രെയിമിൽ എന്റെ ന്യൂ AI ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ലോഗോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളത് ഓൾറെഡി ഞാൻ എയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചാറ്റ്ജിപിറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് തന്നു. അപ്പൊ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഈ പ്രോംപ്റ്റ് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രെയിമിൽ ഞാൻ എന്ത് ചെയ്തു? ഫ്രെയിമിൽ എൻ്റെ പുതിയ ലോഗോയും പഴയ ലോഗോയും അപ്ലോഡ് ചെയ്ത് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോറി. പുതിയ ലോഗോയും പഴയ ലോഗോയും ഞാൻ എന്ത് ചെയ്തു? ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ ലോഗോനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് എൻ്റെ പഴയ ലോഗോ. ഞാൻ എൻ്റെ കഴ്സറിൽ ശ്രദ്ധിക്കുക എല്ലാവരും. ഈ കഴ്സർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പഴയ ലോഗോ ഫസ്റ്റ് ഫ്രെയിമിൽ. ഇതാണ് നമ്മുടെ പുതിയ ലോഗോ, AI പവേർഡ് എന്ന് കൊടുത്ത പുതിയ ലോഗോ. അപ്പൊ ഇതാണ് പുതിയ ലോഗോ. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മളുടെ ഫ്ലോ നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഈ രീതിയിൽ നിങ്ങളും നമ്മളുടെ കോംപ്ലക്സ് എഡ്യൂക്കേഷനെയും AI ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കണം. അപ്പം നമുക്ക് ആ വീഡിയോ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്യാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഫുൾ സ്ക്രീൻ ആക്കി കാണിച്ചു തരാം. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ChatGPT നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെ, ഫസ്റ്റ് ഫ്രെയിം ചെറിയൊരു മ്യൂസിക് ഒക്കെ തന്നിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസം ഞാൻ
നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിലാണ് ഇത് ഫസ്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ഓഡിയോ ഒക്കെ കേൾക്കാം, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്തു തരാം. ഇനി നിങ്ങളെ റിയൽ ടൈമിൽ നമുക്ക് ചെയ്യിപ്പിച്ചു പോകാം, നമ്മൾ ചെയ്തു പോകാം ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ദാ ഇവിടെ വന്നു. ഇവിടെ വന്നു പുതിയ പ്രൊജക്റ്റ് എടുക്കുന്നു. ആ പുതിയ പ്രൊജക്റ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പം എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയ കോംപ്ലക്സ് എഡ്യൂക്കേഷന്റെ ലോഗോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ ടെക്സ്റ്റ് വീഡിയോ മാറ്റിയിട്ട് ഫ്രെയിംസ് ടു വീഡിയോ കൊടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൽ ആരെ അപ്ലോഡ് ചെയ്തു, അഗ്രി ചെയ്തു. ഫസ്റ്റ് ഫ്രെയിമിൽ ഞാൻ നമ്മുടെ കോംപ്ലക്സ് എഡ്യൂക്കേഷന്റെ ഒരു ലോഗോ ഇത് ചെയ്തു കൊടുത്തു. Excuse. ഓക്കെ, അപ്പം ഞാനത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ഇവിടെ നമുക്കൊരു നോർമൽ റേഷ്യോ കിട്ടും. അപ്പൊ നമുക്ക് അതിനെ മാത്രം ഇതാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് വേറെ എഡിറ്റിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണെങ്കിൽ ലോഗോ റിവീലിങ്ങിന് നമുക്ക് നോർമലി എന്താണ് സ്ക്രീനിൽ, ഞാൻ പ്രൊജക്ടറിലാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണ് എപ്പോഴും കൺവീനിയന്റ്. നമ്മൾ റീല് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രം പോർട്രേറ്റ് യൂസ് ചെയ്യുക. നിങ്ങളുടെ കോമൺ സെൻസ് വർക്ക് ചെയ്യണം അവിടെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൽ കോംപ്ലക്സ് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ്, അതായത് ലോഗോ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ, മറ്റേ പ്രോംപ്റ്റ്, സോറി. അപ്പൊ ഞാൻ ആ പ്രോംപ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കൺട്രോൾ വി അല്ല, കോപ്പി ആണ് ആദ്യം. അപ്പൊ ഞാൻ ആ പ്രോംപ്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ദാ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി അല്ലെങ്കിൽ കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വി കൊടുത്തു. ഇപ്പൊ ഞാന് ഇവിടെ നമ്മുടെ കയ്യിൽ വേറൊരു ലോഗോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെക്കൻഡ് ഫ്രെയിമിൽ എന്ത് കൊടുക്കുന്നില്ല, വേറെ ലോഗോ കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ സുരേഷ് സാറിനോട് കൂടി ചോദിച്ചിട്ട് നിങ്ങളുടെ സെക്കൻഡ് ഫ്രെയിമിൽ നിങ്ങളുടെ പവേർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് എഡ്യൂക്കേഷന്റെ ഇത് കൊടുക്കണം, മസ്റ്റ് ആയിട്ടും കൊടുക്കണം. എന്നിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുത്തു നോക്കാം എന്തായിരിക്കും കിട്ടുക എന്നുള്ളത്. നല്ലത് തന്നെ കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റർ കൊടുക്കുന്നു. അപ്പം ഇത് ഇത് വരുന്നു. ഇത് വരുമ്പോൾ നമുക്ക് കാണാൻ എന്താണെന്നുള്ളത്. ഒന്ന് വെയിറ്റ് ചെയ്യാം. Yes, നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീഡിയോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
കാരണം നമുക്ക് സെക്കൻഡ് ഫ്രെയിം ഇല്ലാത്തത് കൊണ്ട് നോർമലി ലോഗോ നമുക്ക് തന്നില്ല. പക്ഷെ കോംപ്ലക്സ് എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോമിംഗ് എഡ്യൂക്കേഷൻ വിത്ത് AI എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല വീഡിയോ നമുക്ക് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഇതിനകത്ത് ഉണ്ടായ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫ്രെയിം വീഡിയോ. ആദ്യം നമ്മൾ റിലയൻസ് സൈബർ കോളേജിന്റെ രണ്ട് ലോഗോസ് നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്രെയിമിൽ നമ്മളുടെ ഓൾഡ് ലോഗോയും സെക്കൻഡ് ഫ്രെയിമിൽ ന്യൂ ലോഗോയും വെച്ചിട്ട് നമ്മൾ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് പുതിയ ലോഗോ റിവീൽ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. പക്ഷെ ഇതിൽ നമുക്ക് എന്തില്ലായിരുന്നു, നമ്മളുടെ നമുക്ക് എന്തുണ്ടായിരുന്നില്ല, നമ്മുടെ പുതിയ ലോഗോ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ലോഗോ അവർ കാണിച്ചു തന്നിട്ടില്ല. കാരണം ലോഗോ ഇല്ല, കാരണം ആ ലോഗോ പ്രോംപ്റ്റ് അല്ല, ആ ലോഗോ പ്രോംപ്റ്റിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് അല്ല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും നമുക്ക് ഇത് വന്നിട്ടുണ്ടാവുക. പക്ഷെ റിലയന്റിന്റെ എന്ത് വന്നു, റിലയൻസ് സൈബർ കോളേജിന്റെ ഈ വീഡിയോയിൽ എന്ത് വന്നു, നോർമലി ഫുൾ ഔട്ട് കിട്ടി നമുക്ക്, അല്ലെ? നമ്മൾ പ്രതീക്ഷിച്ച എന്താണോ അത് കിട്ടി. അതായത് പഴയ ലോഗോയിൽ നിന്ന് പുതിയ ലോഗോയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട്, ഈ രീതിയിലാണ് ഫ്രെയിം വീഡിയോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ടെക്സ്റ്റ് വീഡിയോ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലായി, ഫ്രെയിം ടു വീഡിയോ നമുക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലായി. അടുത്തത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ടു വീഡിയോ. അതെന്താണ് ഇൻഗ്രീഡിയൻസ് ടു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഇത് മാത്രം കൊടുത്തുകൊണ്ട് ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇത് മാത്രം നമുക്ക് വേണമെങ്കിൽ കൊടുത്തുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു ഇത് നമുക്കപ്പോ എത്ര എത്ര ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും, ഞാൻ ദാ ഇപ്പൊ ഈ റിലയന്റിന്റെ ലോഗോ കൊടുത്തു, വേറെ അടുത്ത ലോഗോ കൊടുത്തു. അപ്പൊ നമ്മളുടെ നീഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് കുറെ കോഴ്സുകളുടെ ഇപ്പൊ PGDCA അക്കൗണ്ടിങ് പോലെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ട് എനിക്ക് ഈ കോഴ്സുകളെല്ലാം ഇങ്ങനെ ഇലുമിനേറ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു വോയിസും അതിന്റെ ബാക്ക് എൻഡിൽ ഇന്ന ഡയലോഗും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PGDCA എന്ന് എഴുതി കാണിക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പിന്നെന്താ പറയാ, PSC നിയമനങ്ങൾക്ക് യോഗ്യമായ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. അടുത്ത ഫ്രെയിമിലും മറ്റേ ദാടി അങ്ങനെ നമുക്കിങ്ങനെ ഇല്ലുമിനേറ്റ് ചെയ്തൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ കാണിക്കാം. ചില വീഡിയോയിലൊക്കെ വരൂലേ, ഈ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ക്രിസ്മസിന്റെ ഇടയിൽ, കുറെ അധികം കേക്കുകൾ, അപ്പോൾ ഓരോ കേക്കിനും ഓരോ പേര്, ഓരോ ഇത്, അതുപോലെ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾ അത് ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ ഉള്ളത് ക്രിയേറ്റ് ഇമേജ് ആണ്. നമുക്ക് നോർമലി അറിയാൻ പറ്റും നമ്മളുടെ എന്താണോ നമ്മളുടെ നീഡ്, അതിനനുസരിച്ചിട്ട് ഇത് കൊടുക്കാം. അവിടെ എന്തൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് അതിനകത്ത് കൊടുക്കാം. നമുക്കൊരു സജഷൻ കൊടുക്കാം, ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രെയിമാണ്. നിങ്ങളത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. കാരണം ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടി. വീണ്ടും 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 നമ്മളത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആ ലെവലിലേക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അത് പാടില്ല. നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ നാനോ ബനാന പ്രോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഇപ്പം ഇമേജ് ജനറേഷൻ ഒക്കെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഇത് കണ്ടോ, ഇങ്ങനെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് ഇപ്പൊ ഇതില് എന്റെ ഫോട്ടോ ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ആഡ് ചെയ്തു എന്നിരിക്കുക. ഞാനിത് സെക്കൻഡ് ഫ്രെയിമിൽ വന്നിട്ട് ഞാൻ കോംപ്ലക്സ് എഡ്യൂക്കേഷൻ ഇത് ആഡ് ചെയ്തു എന്നിരിക്കുക. ഈ കോംപ്ലക്സ് എഡ്യൂക്കേഷന്റെ ഒരു ബോർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് ഞാൻ ChatGPT പോയി കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജനറേറ്റ് ആൻ ഇമേജ് ഫ്രം ടെക്സ്റ്റ് ആൻഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ആ രീതിയിൽ കിട്ടും. പക്ഷെ അത് പ്രോംപ്റ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് വെറുതെ കൊടുത്തു നോക്കാം, ഐ നീഡ് ദിസ് ലേഡി ഷുഡ് ബി ടേക്ക് ദിസ് ലോഗോ ലൈക്ക് എ ബോർഡ് ഇൻ എ പബ്ലിക് റോഡ് എന്ന് കൊടുത്തു നോക്കുക. ഇതെന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. കാരണം ഇത് പ്രോംപ്റ്റ് അല്ലല്ലോ, ഇതെന്റെ വെറും ടെക്സ്റ്റ് മാത്രമാണ്. എന്റെ ഐഡിയയിൽ വന്ന നമ്മുടെ സമയപരിമിതി കാരണം ഞാൻ ജസ്റ്റ് നോർമലി ഒരു ടെക്സ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ അത് കൊടുത്തു നോക്കാം. അപ്പം എനിക്ക് എത്രയാ, രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ളത് എടുക്കാം. അതിനകത്ത് ഇവിടെ രണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് രണ്ട് ഔട്ട് കിട്ടിയത്. നമുക്ക് ഔട്ട്പുട്ട് പെർ പ്രോംപ്റ്റ് അത് അങ്ങനെ വേണ്ട. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ്സ് കുറയും. ഇവിടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരെണ്ണം മാത്രം മതി. എപ്പോഴും ഒരെണ്ണം ചൂസ് ചെയ്യുക. പിന്നെ നമുക്ക് കൺവീനിയന്റ് അല്ലെങ്കിൽ പിന്നെ രണ്ട് പ്രോംപ്റ്റ് പോകുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ്സ് പോവും. മനസ്സിലായില്ലേ?
അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇതാ ഇമേജ് ഇവിടെ ജനറേറ്റ് ആകുന്നുണ്ട്. എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആണ് കൊടുത്തത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ രീതിക്ക് അനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുക. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ ടെക്സ്റ്റ് കൊടുത്തു, അതെന്താണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ടൈം എടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, AI ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ തരണമെന്നില്ല. അതിന് നമ്മൾ കഷ്ടമാണ്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ മീൻ. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് കൊടുക്കാം. ഇതിനകത്ത് രണ്ടിലും ചെറിയ രണ്ട് വ്യത്യാസങ്ങളേ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഇവിടെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്, പിന്നെ ഈ ആൾക്കാരിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കോഴ്സിന്റെ അപ്പോൾ ഒരു കോഴ്സ് ഇങ്ങനെ ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്ക് നിങ്ങൾ ഒറ്റപ്പാലത്ത് നിൽക്കുന്ന ആളായിട്ട്, ഇപ്പൊ ഒറ്റപ്പാലമാണ് നമ്മുടെ സെന്റർ, അപ്പോൾ ഒറ്റപ്പാലം ടൗണിന്റെ ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ഒരു ഇന്ത്യൻ ലേഡി ഈ പറയുന്ന ബോർഡ് കാണിക്കുന്നതായിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് എടുത്തുള്ള. മനസ്സിലായില്ലേ? അത് ഏത് രീതിയിൽ 2K 1K നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പ് സ്കെയിലിംഗ് ആണ് അത് വേണ്ട നമുക്ക്. നമുക്കത് ഡിസ്മിസ് ചെയ്തിട്ട് നമുക്ക് 1K തന്നെ മതി. സമയം എടുക്കും അല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക, ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഐഡിയാസ് കിട്ടി പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എനിവേ, നമ്മുടെ ക്ലാസ്സുകൾ തീരാൻ പോകണം. എല്ലാവരും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.